നമ്മുടെ കൂടെ ഇപ്പം ഉള്ളത് അച്ഛൻ്റെ കൂടെ ഒത്തിരിയേറെ ധ്യാന ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള പയസ് ജോസഫ് സാറാണ്. സാറ് ഒരു റിട്ടയർഡ് ആയിട്ടുള്ള പ്രൊഫസറാണ്. അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാവോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളാണ് പ്രിയപ്പെട്ട മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ. അച്ഛനെ കണ്ടെത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വിലയെക്കുറിച്ചുള്ള ആഴമുള്ള അവബോധം ലഭിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വില ദൈവതുല്യമാണെന്നും ജാതിമത ഭേദമന്യേ സകല മനുഷ്യരും ദൈവതുല്യം വിലയുള്ളവരാണെന്നും ഈശോ ഓരോ മനുഷ്യരോട് ഒന്നായി തീർന്നു എന്നുള്ള വലിയ യാഥാർത്ഥ്യങ്ങൾ അച്ഛനിലൂടെയാണ് ബോധ്യമായത്. വാസ്തവത്തിൽ അച്ഛൻ്റെ ആ ഒരു സാന്നിധ്യം തന്നെ ഒരു ദൈവ സാന്നിധ്യ അനുഭവം തരുന്നതായിരുന്നു. എപ്പോഴും ചില ധ്യാനങ്ങളിൽ സംബന്ധിക്കുമായിരുന്നു. അതിലുപരിയായിട്ട് അച്ഛൻ്റെ കൂടെ ആയിരിക്കാൻ പലപ്പോഴും ഈ അടുത്ത ദിവസങ്ങളിൽ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വൈഫും കൂടെ വരുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ കാണാൻ വരുമായിരുന്നു. ഒത്തിരി അന്നേരം എല്ലാം അച്ഛനിലൂടെ കിട്ടുന്ന സന്ദേശങ്ങൾ ഉന്നതമായ സത്യങ്ങളായിരുന്നു. അച്ഛൻ പറഞ്ഞൊരു വലിയൊരു സത്യമാണ്, യേശുക്രിസ്തു കേവലം ഒരു ജനത അല്ലെ ക്രിസ്ത്യാനിയുടെ മാത്രമല്ല സർവ്വലോകത്തിനു വേണ്ടി ദൈവം നൽകിയ സ്നേഹസമ്മാനമാണ്. അതുപോലെ തന്നെ മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ യഥാർത്ഥത്തിൽ കേരളത്തിന് വേണ്ടിയിട്ടല്ല, മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം നൽകിയൊരു സ്നേഹസമ്മാനമായിരുന്നു. അച്ഛൻ്റെ ആ വാക്കുകളും പ്രവൃത്തികളും ജീവിതവും സകല മനുഷ്യരെയും ജാതി മതഭേദമന്യേ ഞാൻ ഓർക്കുന്ന ഞങ്ങളുടെ കൂടെ പലപ്പോഴും അച്ഛൻ്റെ ഈ പിതാണിൽ തന്നെ അച്ഛൻ്റെ പ്രാർത്ഥന കൂട്ടായ്മ ഞങ്ങൾ വരുമായിരുന്നു. അപ്പോൾ ഒരു പല സ്ഥലങ്ങൾ ഒത്തിരി കോളേജ് അധ്യാപകർ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച ആ ഒരു കൃപയുടെ ചൈതന്യം എന്ന് പറയുന്നത് അത് അവർണ്ണനീയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, മനുഷ്യജീവിതത്തിന്റെ ദൗത്യം എന്താണ്, എന്തിനാണ് നമ്മളൊക്കെ ജീവിക്കുക, ഈ ചോദ്യത്തിനൊക്കെ ആഴമുള്ള ഉത്തരം നൽകിയത് അച്ഛനിലൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ആ ഓരോ ധ്യാനങ്ങളും ഒരു വ്യത്യസ്തമായിരുന്നു. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ധ്യാന പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും റെപ്പിറ്റേഷൻ വരാറുണ്ട്. ഇതെല്ലാം പുതിയതായിരുന്നു. ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകളും യഥാർത്ഥത്തിൽ കൃപയുടെ ചൈതന്യം നിറഞ്ഞ് എന്താ പറയുക, ആത്മാവ് നിറഞ്ഞ ജീവൻ പകരലായിരുന്നു. വാസ്തവം വചന പ്രഘോഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് തന്നെയാണല്ലോ, ആത്മാവ് നിറഞ്ഞ ജീവൻ പകരലാണ്. അല്ലാതെ നമ്മൾ കേട്ടതോ കണ്ടതോ പഠിച്ച കാര്യങ്ങൾ പ്രഘോഷിക്കുന്ന വേദിയല്ല അത്. അപ്പൊ അച്ഛനിലൂടെ ലഭിച്ച അതാണ്, അച്ഛൻ്റെ ഉള്ളത്തിൽ നിറഞ്ഞിരിക്കുന്ന കർത്താവിനെ പകർന്നു കൊടുക്കാറുണ്ട്. ജീവൻ, അസ്തിത്വത്തിന്റെ സർവ്വനന്മയുടെ സമ്പൂർണ്ണതയായ ദൈവിക ജീവൻ ഓരോ ആത്മാവിലേക്ക് വർഷിക്കുന്ന, പ്രത്യേകിച്ച് ഞങ്ങൾ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ശരിക്കും ആത്മാവിൽ ജീവനുള്ള വിശ്വാസം വഴി ദൈവത്തെ സംഗ്രഹിക്കുവാനും, ബുദ്ധിയിൽ സത്യത്തിൽ ദൈവത്തെ സംഗ്രഹിക്കുവാനും, ഹൃദയത്തിൽ ദൈവസ്നേഹ ദൈവത്തെ സംഗ്രഹിക്കുവാനും, ശരീരത്തിൽ അധ്വാനം വഴി ദൈവത്തെ സംഗ്രഹിക്കുവാനും, ഓർമ്മയിലും ഭാവനയിലും വിശ്വാസഭാവനയും ദൈവത്തെ സംഗ്രഹിക്കാനും ഒക്കെയുള്ള വലിയ കൃപ കിട്ടിയത് അച്ഛൻ്റെ ധ്യാനത്തിലൂടെയാണ്. ഞങ്ങൾക്ക് എൻ്റെ ഒരു ആത്മീയ ഗുരു ഉണ്ടായിരുന്നു, അലക്സ് പയ്യമ്പിള്ളി അച്ഛൻ. അച്ഛൻ്റെ അതേ സമാന ധ്യാനമായിരുന്നു പനച്ചിക്കൽ അച്ഛനും. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന രണ്ടുപേരും ഒരേ ദിശയിലായിരുന്നു ചരിച്ചത്. അതെന്നെ ആഴത്ത് സ്പർശിച്ചു. അപ്പം അച്ഛൻ്റെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ശരിക്കും പറഞ്ഞാൽ സകല മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരുന്നു. ഓരോ ധ്യാനങ്ങളും പഞ്ചേന്ദ്രിയങ്ങളുടെയും ഓർമ്മയുടെയും ഭാവനയുടെയും ബുദ്ധിയുടെയും മാനുഷ്യ സ്നേഹത്തിനപ്പുറത്ത് ഒരു സിക്സ് സെൻസിലാണ് പനച്ചിക്കൽ അച്ഛൻ്റെ ധ്യാനം നടത്തിയിരുന്നത് മുഴുവനും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്ര സ്വീകാര്യമല്ലായിരുന്നു. സ്വീകാര്യം മീൻസ് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്നാൽ ഉൾക്കൊണ്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണം വരെയും ഒരു നിമിഷം പോലും കർത്താവിന് വേർപിരിയാൻ പാടില്ലാത്തവണ്ണം കൃപയുടെ ചൈതന്യം നിറഞ്ഞതായിരുന്നു. അത് അന്തരംഗത്ത് ഞങ്ങളൊക്കെ അനുഭവിച്ചു. ഞാൻ അച്ഛനെ ഓർത്ത് ഒത്തിരി നന്ദി പറയാണ്. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നു, രോഗം അറിഞ്ഞ സമയത്ത് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛന് നമ്മൾ ട്രീറ്റ്മെന്റ് എങ്ങനെയാച്ചോ? അച്ഛൻ പറഞ്ഞു, സാറേ ഇത് 4th സ്റ്റേജ് ക്യാൻസറാണ് എനിക്ക്, ലങ്സ്, ലിവർ. അച്ഛൻ പറയായിരുന്നു, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കീമോയും റേഡിയേഷനും ഒക്കെ ആയിട്ട് എൻ്റെ ജീവിതം പോയതിന്. ഇത് അറിയാതെ പോയെന്നാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ പറയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ധാരാളം പുസ്തകങ്ങൾ എഴുതി, 117 മണിക്കൂർ കൊണ്ട് ഓഡിയോ ബൈബിൾ ചെയ്തു. അതിലുപരി അനേക രാഷ്ട്രങ്ങളിൽ ദൈവവചനം പങ്കുവെച്ചു. അനേക ഉള്ളങ്ങളെ ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുത്തി. ഇത് എന്താ പറയാ, നിത്യജീവൻ ലക്ഷ്യമാക്കി മാത്രം ജീവിച്ചൊരു വൈദികന്റെ ജീവിതമായിരുന്നു. അത് ഞങ്ങളൊക്കെ ജീവിതത്തെ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എനിക്ക് വാക്കുകളില്ല. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയാണ്. ഇത്രമാത്രം കൃപയുടെ ചൈതന്യം നിറഞ്ഞ് ഓരോ മറ്റൊരു ലക്ഷ്യമില്ലാതെ ദൈവമഹത്വം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് കൃപയുടെ ചൈതന്യം പകർന്ന പ്രിയപ്പെട്ട മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒരു വലിയ മധ്യസ്ഥനാണ്. ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു വിശുദ്ധനായി ജീവിച്ചു. ഇന്ന് അദ്ദേഹം ഉറപ്പായിട്ടും നമുക്കെല്ലാവർക്കും മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം അച്ഛനെ ദൈവം ഉയർത്തി. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയാണ്. അച്ഛൻ്റെ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുന്നു. സഭയോടും
യോജിക്കാത്ത ഒരു കാര്യവും അച്ഛനോട് ചെയ്യത്തില്ല. സഭയുടെ മുഴുവനും സഭയിലായിരുന്നുകൊണ്ട് സഭയുടെ മഹത്വത്തിന് മാത്രം ദൈവമഹത്വവും സഭയുടെ ഉയർച്ചയും അതുപോലെ തന്നെ മനുഷ്യ ദൈവ മക്കളാക്കി തീർക്കാനുള്ള കൃപയുടെ ചെയ്തു. ഇതായിരുന്നു അച്ഛനോട് പകരപ്പെട്ടതെല്ലാം. ഞാൻ സർവശക്തനായ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ആ ധന്യജീവിതം പോലെ നമ്മുടെയൊക്കെ ജീവിതവും അച്ഛനോട് ലഭിച്ച കൃപയുടെ ഈ ചൈതന്യം നിലനിർത്തുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായും അടിയറ വയ്ക്കാം. അടിസ്ഥാന മാനസാന്തരത്തിൽ നിന്നും അനുനിമിഷ മാനസാന്തരത്തിലേക്ക് ഉയരാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ ദൈവം എല്ലാ കൃപയും നമുക്ക് എല്ലാവർക്കും നൽകട്ടെ.